ഇതെന്താ ഇത്? സർക്കാർ വെള്ളം അടിച്ചെന്റെ മോർണിംഗ് പാക്ക ഒന്ന് കേക്കോട്ടാണെങ്കിൽ മാറ്റന്ന് നടക്കും. ഞമ്മള് നൂറടിച്ചിട്ട് കാലം എത്രയായി കോയാ. രാവിലെ തുടങ്ങിയോ ചവി? പറച്ചോന് പണ്ടാരം തായിക്ക് പോന്നു. ഈ കോഴിക്കോട്ടങ്ങാടിയിൽ മുട്ടായി മഴ പെയ്യിട്ടുണ്ടെങ്കിലും കുപ്പി മഴ പെയ്യണ ആദ്യമായിട്ടാ. കണ്ടു നിക്കാൻ പറ്റില്ല പൊന്നെ. മുസ്തഫന്റെ കുപ്പി ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. കോഴിക്കോട് നഗരസഭ ഇതെന്താ നിക്ഷേപിച്ചാല് പലിശയില്ലേ? വേണ്ട വീക്ഷിക്കാലോ. ഈ മുസ്തഫ കണ്ടുല്ലോ. എന്റെ പൂശലല്ലട സ്മാളടിച്ചത്. നീ പോറാ ശവി. ഇങ്ങനെ ഓടിയിരുന്നേ ബീബിന്റെ വീട്ടിൽ കോഴി പിടിക്കാൻ പോയിന് മുതുവിനെ അടികിട്ടില്ലായിരുന്നു. ഇതെന്താ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. ഞാനെന്താ കുരുടനെ അടിച്ചത്? ഓ എവിടെയെങ്കിലും ഒന്ന് കിടന്നാ മതി. അയ്യോ എന്താ തന്റെ മോള് കയറി കിടന്നു. എന്ത് നല്ല കാറ്റ്. മുസ്തഫ കാണണ്ട. ഇവനെ വലിച്ചങ്ങ് പോതച്ചേക്കാം. ഞമ്മള് തിരിച്ചേട്ടാ. ഡ്രൈവർ മുസ്തഫന്റെ കുപ്പി എന്നെ കുടിക്കില്ലോ. അല്ല ഇതേതാ സ്ഥലം? തയക്ക് ചാടിയ തടി പടക്കാവോ? അല്ല ഇത് എവിടെ ഒന്നും ഒരു പിടിയും കിട്ടില്ലല്ലോ. ഒന്ന് ഹോണടിച്ച് പോടാ മോനെ. സ്റ്റിക്കർ ആക്കല്ലേ എന്നെ. ആ മുസ്തഫ ഇവിടെ എങ്ങനെ ഉണ്ടാവോ? എന്റെ നെഞ്ചിൽ തുള്ളി വന്ന നമ്മള് ചാലയിലെത്തിയിട്ടുണ്ട് കേട്ടാ. കാളിദാസൻ അമ്മോ ഞാനിതെവിടെ തിരുവനന്തപുരത്തോ? പാവപ്പെട്ടൊന്ന് ഊറടിച്ച ചാലയെ പോവെന്ന് പണ്ടാര പറഞ്ഞ പോലെ ആയല്ലോ. എന്തേലും ആയിട്ട് കബഡി 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 കബഡി. ഇതെന്താ ജപ്പാൻ കുടിവെള്ളം? നാട് നില കുടിവെള്ളം ഒഴുക്കാമെന്ന് മന്ത്രി അദ്ദേഹം പറഞ്ഞാണല്ലോ. ഒഴുക്കിക്കോ ഒഴുക്കിക്കോ. എന്തായാലും വന്നത് വന്നു. ഇനി തിരുവനന്തപുരം എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് തന്നെ വേറെ കാര്യം. ചാലക്കമ്പോളത്തിൽ വെച്ച് നമ്മൾ നിന്നെ കണ്ടപ്പോ നാലണക്ക് വളയും വാങ്ങിച്ച് നടന്നപ്പോ ശരി. ഞാൻ എത്ര നേരമായി ഗാന്ധി പാർക്ക് കാത്തു നിൽക്കുന്നു. ഗാന്ധി പാർക്ക് ഇതാണല്ലേ? പറച്ചോനെ അതാരാണ് നിക്കണത്? നമ്മുടെ ഗാന്ധി അപ്പനല്ലേ? ഇവിടെ നിന്നല്ലേ ഓരോരുത്തന്മാര് പൊങ്ങി വരണത് നേതാവായിട്ട്. അങ്ങ് പട്ടിണി കിടന്നും തൊഴി കൊണ്ട് നേടിത്തന്ന സ്വാതന്ത്ര്യം കൊണ്ടാണ് ഞാൻ ഈ നാട്ടിൽ നിന്ന് എളിഞ്ഞു കിടക്കുന്നത്. ആ വിവരം നാട്ടിലെ വേറെ ആർക്കെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. നന്ദി കേട്ടവന്മാര്. എന്നാലും അങ്ങയുടെ കൈത്തറി ഇപ്പോഴും ചോക്കണുണ്ട്. ഓ ഞമ്മള് പോണേ. ഇതാണല്ലേ കിഴക്കേ കോട്ട. പണ്ട് ആണുങ്ങൾ കെട്ടിയ കോട്ടയാ. ഇന്നാണെങ്കിൽ ടെൻഡറും കൊട്ടേഷനും സ്ഥലം എടുക്കലും എന്നൊക്കെ പറഞ്ഞ് കോടികൾ 5-6 കമ്മീഷനായിട്ട് വിഴുങ്ങുമായിരുന്നു. അമ്പമ്പോ നമ്മുടെ പപ്പനപ്പ സ്വാമിയുടെ കോവിലല്ലേ? ലോകത്തിലെ വമ്പം പണക്കാരനായ അങ്ങയെ ദർശിക്കാനും സ്വർണ്ണ കലവറ കാണാനും എല്ലാവരെയും പോലെ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെങ്കില് ഈ വേഷത്തില് എന്നെ കടത്തിവിടില്ല. ഇത് കണ്ടോ? പാവപ്പെട്ടവന്റെ നികുതി പണം കൊണ്ട് നിർമ്മിച്ച രാജവീതിയാണെങ്കിലും
അവന് നടക്കാനൊരു നടപ്പാതയില്ല. പ്രിയപ്പെട്ട നാട്ടുകാരെ, ചായ കുടിക്കുന്ന കൂട്ടുകാരെ, നിങ്ങളുടെ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി രൂപീകരിച്ച ഓൾ കേരള ചായ കുടി സംഘത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി അല്ല, പുത്തരിക്കണ്ട മൈതാനമായല്ലോ. പണ്ട് ഇവിടെ പുഞ്ച കൃഷിയായിരുന്നു, ഇന്നിപ്പോ രാഷ്ട്രീയ കൃഷിയാ. ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് സംഘം സംസ്ഥാന പ്രസിഡന്റ് പൊട്ടം തലക്കൂട്ടപ്പൻ ഉദ്ഘാടനം ചെയ്യുന്നു. തദവസരത്തിൽ ചായ കുടിയന്മാർക്ക് വേണ്ടി കവലകൾ തോറും അതാ ചായ കുടിക്കാൻ അങ്ങനെ ഒരു നേതാവത പൊന്തി വരുന്നു. പഴവങ്ങാടി ഗണപതി ഭഗവാന് ഇനി ആ പോയ ചായ കുടി സംഘത്തെ കൂടിയേ പിരിവിനിറങ്ങാനുള്ളൂ. പാവം നാട്ടുകാരുടെ കീശ കാത്തോണേ. എടാ പോനെ, നീ ആള് കൊള്ളാമല്ലോടാ. അപ്പോ മനുഷ്യത്തുള്ളവരും തിരുവനന്തപുരത്തുണ്ടല്ലേ? സെക്രട്ടേറിയറ്റ് എത്തിയല്ലോ. മിടുക്കും മരുന്ന് ഭരിക്കണം ഇവിടാണല്ലോ. മച്ചാനെ, ഭരണയന്ത്രം സെക്രട്ടറിന്റെ എവിടാണ് ഇരിക്കണേ? മച്ചാനോ? ആരാടാ നിന്റെ മച്ചാൻ? മച്ചാനെന്ന് വിളിച്ചപ്പോ അവൻ വളർന്നെങ്കിൽ അണ്ടർ സെക്രട്ടറി ആയി പോയി. അല്ലേ, സെക്രട്ടറിന്റെ നടയിൽ ആരും കാണുന്നില്ലല്ലോ. അടിയും പിടിയും ലാത്തി ചാർജും ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ കൊണ്ട് എന്തുട്ടാ കാര്യം? ആഹാ, ഇതെന്താ തൂക്ക് കയറോ? കൂടെ ബക്കറ്റ് ഉണ്ടല്ലോ. ഓഹോ, അത് പറഞ്ഞപ്പോ നാണം വന്നു. അമ്പമ്പോ ഇതെന്ത് വേൾഡ് വാറ? ഓ, ഭയങ്കര വോട്ട് നൽകി അധികാരത്തിലേറ്റവരുടെ നെഞ്ചത്ത് തന്നെയാണ് ചവിട്ട്. ഒന്ന് ഭരിക്കാൻ പെടുന്ന പാടെ. ഇവിടെ എന്തിനാ ഇപ്പൊ? പണ്ട് ഇവിടെ ഒരു ഭരണയന്ത്രം ഉണ്ടായിരുന്നു. ഇപ്പൊ അതങ്ങ് ശംഖുമുഖം കടലിൽ താഴ്ത്തിയിട്ടിരിക്കുകയല്ലേ. ഇവിടെ സമരം ചെയ്തിട്ട് എന്താ കാര്യം? ശംഖുമുഖം കടല്ലോ? അതെന്തിനാ? ആ, ശംഖുമുഖം വണ്ടി വന്നല്ലോ. ആഹാ, നല്ല കടൽക്കാറ്റ്. അല്ല, ഇത് ആരാ കിടക്കണേ? മത്സ്യകന്യകയല്ലേ? ഓ, ഏത് ബഹുത്ത് പെടാ വലുത്. എന്തൊരു കിടപ്പാണ് പാപ്പ. കല്ലായത് നിന്റെ ഭാഗ്യം. ഇല്ലേ കാണായിരുന്നു. സൂക്ഷിച്ചോ, ഗർഭേ കുജേ നറുങ്ങണേ. ഈ വലിയ കടലിൽ എവിടെയാണ് ഭരണയന്ത്രം പൂഴ്ത്തിയിട്ടിരിക്കണേ? അല്ലേ, ആഹാ, അതാരാ മണപ്പുറത്ത്? നമ്മുടെ കുന്നമംഗലം കുഷ്പു അല്ലേ? ഇവിടെ എത്തി. എന്തായാലും വന്നത് വെറുതെ ആയില്ല. പോയെന്ന് മുട്ടിയേക്കാം. അതാരാ? കൂടെ ഒരു ചുള്ളൻ. ഇപ്പോഴത്തെ ആള് കൊള്ളാമല്ലോ. കുഷ്പുനെ പട്ടപിടുത്തക്കാരെ നീ പേടിക്കണേ. നമ്മളെ ഒരു ചുക്കും ചെയ്യില്ല. കൂടിപ്പോയാലും ഒരു കുടുംബാസൂത്രം. അതിനപ്പുറത്തെ ഒന്നും ചെയ്യാൻ പോണില്ല. ആ പകന്റെ നോട്ടം എന്റെ നേരെയാണല്ലോ. നീ പോടാ നായിന്റെ മോനെ. ഇനി നിന്നാൽ എന്നെയും പിടിച്ചവൻ സുന്നത്തടിക്കും. ഒന്നാതെ എന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ലേ. ഈലും നല്ലത് കോഴിക്കോട്ടങ്ങാടിയാ. എന്തായാലും ഒരു പാഠം പഠിച്ചു. മദ്യം വെറുതെ കിട്ടിയാലോ വേഷമാണ്.